ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അലീന ഹിന്ദി പഠിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വിഷയം. വൈജയ്ക്കാണെങ്കിൽ ഒട്ടും സുഖിക്കുന്നില്ല. നമ്മുടെ വൈജയ്ക്ക് സഹിക്കുമോ? വൈജയ്ക്ക് ഹിന്ദി നേരെ നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല. അത് വേറെ കാര്യം. അത് നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചപ്പോൾ തന്നെ വൈജയ്ക്ക് മനസ്സിലായില്ല. വൈജയ്ക്ക് അത് അറിയില്ല എന്ന് മനസ്സിലായി. പക്ഷെ അറിയാവുന്നവരെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിക്കാൻ സമ്മതിക്കുവോ? അതുമില്ല. പട്ടിയിട്ട് പുല്ല് തിന്നോ ഇല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കോ ഇല്ല. ആ ഒരു ഡയലോഗ് ഇവിടെ ചേരുവോ? പഴഞ്ചൊല്ല. ഏതായാലും കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് നല്ലത് തന്നെ തിരിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? അസൂയാണോ, കുശുമ്പാണോ, അതോ കുത്തിത്തിരിപ്പാണോ എന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ വൈജ, എടി നിനക്ക് എന്തിന്റെ സൂക്കേടാടി? നീ പോടി മര്യാദയ്ക്ക്. ആഹാ, നിന്റെ നാക്കെന്താ? ഡിഗ്രിക്ക് പഠിക്കുകയാണോ? നീ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കാറൊന്നും ആയില്ലല്ലോ. നീ എം.എക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ മതി ഇത്രയും വലിയ നാക്കൊക്കെ. എന്നെ ചോദ്യം ചെയ്യാൻ വരരുതേ. ഓഹോ, ഇപ്പൊ ചോദ്യം ചെയ്താണോ കുറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും അലീനയോട് പറഞ്ഞു, ദേ പിള്ളേരുടെ എടുത്ത് സോപ്പിട്ട് മയക്കി അത് പഠിപ്പിക്കാൻ ഇത് പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു ചെന്ന് അവരുടെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ കിടക്കുന്നത് ഊരിക്കൊണ്ട് പോകാൻ അതിന്റെ ഉദ്ദേശമെങ്കിലേ എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിന് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല. ഓ പിന്നെ നിന്നെ മനസ്സിലാക്കാൻ നീ ആരാടി? നിന്നെ മനസ്സിലാക്കാൻ മാത്രം. ദേ ഞാൻ പറഞ്ഞു, ഇനി അവരുടെ അടുത്ത് പോവുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിലും കൃഷ്ണമോൾ അങ്ങനെയാ, ഇച്ചിരി സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് നീ മുതലെടുക്കാനും ശ്രമിക്കണ്ട, കേട്ടല്ലോ? മര്യാദയ്ക്ക് അയക്കണം. അടുക്കള ജോലി അതുപോലെ തന്നെ അമ്മയുടെ ജോലി, അത് രണ്ടും നീ നോക്കിയാൽ മതി. അല്ലാതെ വീട്ടുകാര്യങ്ങളിൽ കൈകടത്തുകയും മക്കളുടെ കാര്യങ്ങളിൽ കൈകടത്തുകയൊന്നും ചെയ്യണ്ട. അപ്പം രാവിലെ മക്കൾക്ക് ഞാൻ ലഞ്ച് ബോക്സും അതൊന്നും എടുത്ത് കൊടുക്കണ്ടെന്നാണോ മേഡം പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ചെയ്യണം. അല്ലാതെ പഠന കാര്യത്തിലൊന്നും നീ കൂടുതൽ ഇടപെടണ്ട. അല്ല, നിനക്ക് വലിയ കിണ്ടി അറിയാന്നൊക്കെ പറഞ്ഞല്ലോ. നീ +2 വരെ പഠിച്ചിട്ട് നിനക്ക് എന്താ കിണ്ടി അടി അറിയാമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ നമുക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടി +2 വരെ പോയാൽ മതിയല്ലോ. അല്ലാതെ നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ വല്ല കോഴ്സും എടുക്കണോ ഇനിയിപ്പോൾ ഹിന്ദി പഠിക്കാൻ? ഏതായാലും ഞാൻ പഠിച്ച സമയത്ത് നന്നായിട്ടാണ് പഠിച്ചത് മേഡം. അതുകൊണ്ട് ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം. അത്യാവശ്യം എല്ലാ അർത്ഥങ്ങളും എനിക്ക് മനസ്സിലാവും. പക്ഷെ മേഡത്തിന് അത് മനസ്സിലാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കാൻ നിൽക്കണോ? അകത്ത് കയറി പോടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് നമ്മൾ വൈജ പറഞ്ഞു വിടാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബാലേന്ദ്രൻ വന്നിട്ട് എന്താ വൈജ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൃഷ്ണമോള് വന്ന് പറഞ്ഞു, ഇതാണ് കുത്തിത്തിരിപ്പും അസൂയയും കുശുമ്പും. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയോട് ഞാൻ. അമ്മയ്ക്ക് നല്ല കുശുമ്പുണ്ടച്ച. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ അങ്ങ് പോയിട്ടോ. അമ്മയ്ക്ക് നല്ല കുശുമ്പുണ്ടച്ച. അതും വേറെ ആരോടല്ല, അലീന ചേച്ചിയോട്. ഓ, അലീന ചേച്ചിനെ കാണാൻ സുന്ദരിയായിട്ടാണോ, അതോ അലീന ചേച്ചിക്ക് എല്ലാം അറിയാഞ്ഞിട്ടാണോ? എന്താണെന്ന് അറിയില്ല. ഏതായാലും അമ്മയ്ക്ക് നല്ല കുശുമ്പ. അലീന ചേച്ചിയെ എന്നോട് ഹിന്ദി പറഞ്ഞു തന്നു. ഹിന്ദി പറഞ്ഞു തന്നപ്പം ദേ അലീന ചേച്ചി ഉണ്ടല്ലോ, ഇവിടെ വന്നിരുന്ന് സംശയം പറഞ്ഞു തന്നു. നീ കൂടുതൽ ടീച്ചറാകാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓടിച്ചു വിട്ടിരിക്കുന്നു. എവിടെ തന്നെ ആയവാ? എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു ആ ക്വസ്റ്റ്യന്. അപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ല അത്രേ. അമ്മയാണെങ്കിൽ മിണ്ടാതെ നിന്നിട്ട് വായി തോന്നുന്നൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ചൊരുക്ക, ദേ അമ്മയ്ക്ക് ആ ഒരു ദേഷ്യ. അലീന ചേച്ചിയുടെ മുമ്പിൽ അമ്മ നാണം കിട്ടില്ലേ, അതിന്റെ ദേഷ്യ. അത് അലീന ചേച്ചിയുടെ പുറത്തും തീർത്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ നിന്ന് ചിരിക്കുക. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് വൈജ അവിടെ മാറി നിൽക്കുകയാണ്. വൈജ വന്നിട്ട് പറഞ്ഞു, എന്താ ഇത്ര ഇളിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഹേയ്, ഒന്നുമില്ല വൈജേ. കൃഷ്ണമോള് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നതാ. ചിരിക്കും ഇവിടെ കുറെ പേര് ചിരിക്കും. അല്ലെങ്കിലും തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാ. അപ്പൊ നിന്റെ പ്രശ്നം തൊലിവെളുപ്പാണോ? അലീനയ്ക്ക് തൊലിവെളുപ്പുള്ളതാണോ നിന്റെ പ്രശ്നം? ആ പെങ്കുച്ചി ഇവിടെ മര്യാദയ്ക്ക് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞുമോൾ ഉണ്ടായിരുന്നപ്പം ഇത്രയും ജോലികളും അല്ലോ ഇവിടെ നടക്കുമായിരുന്നോ? അവൾ അമ്മേനെ നോട്ടവും അടുക്കള നോട്ടവും അതിൻ്റെ ഇടയിൽ പിള്ളേരെ നോട്ടവും ഇത് വല്ലോ നടന്നിട്ടുണ്ടോ? പക്ഷെ ഈ പെങ്കൊച്ചു വന്നതിൽ പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അത് വേണ്ട പോട്ടെ, പിള്ളേരുടെ ലഞ്ച് ബോക്സ് വരെ റെഡിയാക്കി കൊടുത്തു വിടുന്നത് അലീനയല്ലേ? ഓ, അവളുടെ കേമത്തരം എണ്ണി പറയാനാണോ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അവളുടെ കേമത്തരം പറയാനൊന്നും അല്ലടി. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ പഠിക്കണം. അല്ല, നിനക്ക് ആ ഒരു മനസ്സുണ്ടായിരുന്നല്ലോ. നീ നല്ലത് കണ്ടാൽ നല്ലതാന്ന് പറയുമായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി നിനക്കത് സമ്മതിക്കാൻ പറ്റാത്തത്? ഓ, എന്റെ പൊന്നു ബാലേന്ദ്ര, എന്നെ ഒന്ന് വെറുതെ വിട്. കൃഷ്ണേ, നീ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു കാണും ഇങ്ങരോട്. അതാ ഇപ്പൊ എന്നോട് ചൂടാകുന്നത്. അല്ലെങ്കിലും അവരൊക്കെ പറഞ്ഞത് ശരിയാണ്. ചിരി ചെറുപ്പക്കാരികളെയും തൊലിവെളുപ്പുള്ളതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുതലാളിമാർക്കുള്ള സൂക്കേടാ ഇതൊക്കെ. എന്ത് വർത്താനടി നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വർത്താനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാതെ മോളുടെ മുമ്പിൽ വെച്ച് വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
വൈജി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ കൃഷ്ണ ചോദിച്ചു, എന്താ? ഒന്നുമില്ല മോളെ, നിന്റെ അമ്മയ്ക്ക് ഇപ്പം ബാധ കയറിയേക്കുക, അതുകൊണ്ട് പതുക്കെ അതങ്ങ് ഒഴിഞ്ഞിട്ട് ചെന്നാൽ മതി അങ്ങോട്ട്, ഇല്ലെങ്കിൽ ചിലപ്പം കടിച്ച് തിന്നും. മോള് ഭക്ഷണം വല്ലതും കഴിച്ചോ? ആ, അലീന ചേച്ചി എനിക്ക് ചായ ഇട്ട് തന്നു, അതുപോലെ സ്നാക്സ് തന്നു. ഇനിയിപ്പം ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അലീന ചേച്ചിയുടെ ആ ചായക്ക് തന്നെ എന്ത് ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് അലീനേനെ ഇങ്ങനെ പുകഴ്ത്താണ് കേട്ടോ. ഏതായാലും ബാലേന്ദ്രൻ പുകഴ്ത്തണ്ട, ഒത്തിരി പുകഴ്ത്തുക വാഴ്ത്തി പാടുവൊന്നും വേണ്ടാട്ടോ മോളെ, നിന്റെ അമ്മയ്ക്ക് അത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോവാണേ. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അല്ല എന്താ മോളെ അവിടെ ഒരു പ്രശ്നം? എന്ത് പ്രശ്നമാ? മൊത്തം പ്രശ്നമല്ലേ മുത്തശ്ശി, തൊടുന്നതിനും പേടിക്കുന്നതിനും എല്ലാം പ്രശ്നം. ഓ, ഈ വൈജയുടെ ഒരു കാര്യം ഇപ്പൊ എന്താ മോളെ പ്രശ്നം ഉണ്ടായത്? അത് പിന്നെ വേറൊന്നുമല്ല, എന്നോടെ മോളെ കൃഷ്ണമോള് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അത് അമ്മയുടെ മോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയുടെ മോക്ക് ഹിന്ദി വലിയ പിടുത്തമില്ലെന്ന് തോന്നുന്നല്ലേ? എന്താടി, നീ ഹിന്ദിയാണോ സംശയം പറഞ്ഞു കൊടുത്തത്? അതേന്നേ, ഞാൻ ഹിന്ദിയുടെ സംശയം പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്നെ വഴക്ക് പറഞ്ഞ് പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് വൈജ മേഡത്തിനോട് ചോദിച്ചു. അപ്പൊ വൈജ മേഡത്തിന് അത് അറിയില്ല. അപ്പൊ ആ ചൊരുക്കും കൂടെ എന്നിൽ തീർത്തു. അവൾ അങ്ങനെയാ, അറിയത്തില്ലെങ്കിലും അറിയില്ല എന്നവള് സമ്മതിക്കില്ല. അവള് പിടിച്ച മുയലിന് ഇത്ര കൊമ്പാന്ന അവളുടെ വിചാരം. അവള് പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാ. വാശിക്കും അഹങ്കാരത്തിനും ഒന്നിനും ഒരു കുറവുമില്ല. നേരത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, സാരമില്ല മോളെ. അല്ല, ഇന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹരി എന്തേലും മോശമായിട്ട് മോളോട് പെരുമാറിയോ? അത് പിന്നെ മോശമായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചാൽ എന്താ, മോശമായിട്ട് വല്ലതും പെരുമാറിയോ? അത് പിന്നെ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ തിരിച്ച് അതേ രീതിയിൽ തന്നെ പെരുമാറാൻ എനിക്കറിയാമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പില്ലേ? മുത്തശ്ശിക്ക് എന്നെ പേടിയുണ്ടോ? ഇവിടുത്തെ ആണുങ്ങളെ ഞാൻ വശത്താക്കുന്ന വൈജ മേഡത്തിനെ പോലെ? മോളെ, എനിക്ക് മോളെ അറിയത്തില്ലേ? മോളെ, എനിക്ക് ഒരു പേടിയില്ല. എന്നാലേ മുത്തശ്ശി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ വന്നാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ അലീന എന്നും ഈ വീട്ടിനോട് കടമയുള്ളവൾ തന്നെ ആയിരിക്കും. ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. എന്നെ തെറ്റിലേക്ക് പറഞ്ഞു വിടില്ല എൻ്റെ മമ്മി ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് ഷുവറായിട്ട് ഞാൻ ഉറപ്പ് തരാം. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. വൈജ മേഡത്തിനും എന്നെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കള്ളിയാണെന്നോ പൈസ എടുക്കുന്നോ ഇപ്പം എന്നോട് പറയാണേ, ഞാൻ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി അരികിൽ പോയിരിക്കുന്നത് അവളുടെ വളയും മാലയും ഒക്കെ ഊരിക്കൊണ്ട് പോകാനാണെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിരിയ വരുന്നത്. വൈജ മേഡത്തിന് അറിയാം മുത്തശ്ശി, ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന്, ഞാൻ അതൊന്നും എടുക്കില്ല, ഞാൻ പൈസ ഒന്നും എടുക്കില്ല എന്നൊക്കെ വൈജ മേഡത്തിന് അറിയാം. പക്ഷേ വൈജ മേഡത്തിന് ജയിക്കണം, അതിനുവേണ്ടിയാ വൈജ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നെന്നും എനിക്കറിയാം. അത് ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്നു. നിസ്സാരല്ലേ, സിമ്പിൾ അല്ലേ? അതൊന്നും വലിയ പ്രശ്നമില്ല. എങ്കിലും മോളെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഇവളുടെയൊക്കെ ഇടയിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അങ്ങനെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. പിടിച്ചു നിൽക്കണം മുത്തശ്ശി, പിടിച്ചു നിൽക്കണം. എന്നെങ്കിലും ഒരിക്കൽ എന്താ മോളെ നീ പറയാമെന്നത്? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഇവിടുന്ന് പോകുന്നു. അങ്ങനെ എന്നെങ്കിലും ഒരിക്കൽ പോകാനേ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കണ്ണടയുന്നോടം വരെ മോൾ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. മോൾ എന്നെയും നോക്കി ഇങ്ങനെ ഇരിക്കണം. പിന്നെ മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് വിടാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. മോളൊരു നല്ല കുടുംബത്തിലെ ജനിച്ച കൊച്ചായിരുന്നെങ്കിലേ, മോൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ, മോള് സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ മനുവിനെ കൊണ്ട് കല്യാണം ആലോചിപ്പിച്ചേനെ, നിങ്ങളെ ഞാൻ ഒന്നിപ്പിച്ചേനെ. അയ്യോ, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയാനേ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത്, സപ്പോസ് നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കായിരുന്നു എന്നാ പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് തന്നെ എന്തോ പോലെ തോന്നിട്ടോ. അലീനയ്ക്ക് നാണം വരുവാണോ, വിഷമമാണോ, സങ്കടമാണോ? വിഷമോ സങ്കടമോ ഒന്നാണല്ലോ അല്ലേ? അപ്പം അതൊന്നും അറിയത്തില്ല അല്ലെ. അലീന അങ്ങ് പോവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്തിനെ പഴപ്പിക്കാൻ വേണ്ടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഹരിശങ്കർ. അപ്പം ഹരിശങ്കർ വീണ്ടും വന്നിട്ട് നമ്മുടെ രോഹിത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. എടാ, നീ ധൈര്യമായിട്ട് ചെല്ലാൻ നോക്കണം. നീ എന്തിനാടാ എടാ, നീയേ ഈ ഉപ്പ് ഇവിടെ ഇരിക്കുമ്പോൾ നീ എന്തിനാ ഈ ഉപ്പിലിട്ടത് അന്വേഷിച്ചു പോകുന്നത്? ഈ ഉപ്പിൽ നിനക്ക് കൈയിട്ടാ പോരെ? പിന്നെ ഈ ഉപ്പിലിട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? അതാ പറഞ്ഞത് എൻ്റെ പൊന്നു രോഹു, നീ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് പോലെ മാത്രം അവളുടെ അടുത്ത് നീ പെരുമാറിയാൽ മതി. നിന്നെ കൊണ്ട് പറ്റും, സാധിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് കേട്ടോ നമ്മുടെ
ഹരി അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഏതായാലും ആ ചെക്കന്റെ ജീവിതം കളയാൻ വേണ്ടിയുള്ള എല്ലാ തത്രപ്പാടും നമ്മുടെ ഹരി ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ചെറുക്കന്റെ വാക്കും കേട്ട് ഹരി ഇറങ്ങി, ഹരിയുടെ വാക്കും കേട്ട് രോഹു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹുവിന് 8ന്റെ പണി തന്നെ നമ്മുടെ അലീന കൊടുക്കും. മാത്രമല്ല സ്വന്തം പെങ്ങളാണെന്ന് ഓർത്തോണം. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളൊരു സീൻ കണ്ടില്ലായിരുന്നോ? ഇന്ന് രാവിലെ എനിക്കത് കഥ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കഥ ഇന്ന് രാവിലെ പറഞ്ഞില്ലല്ലോ. പറയുമായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ പറയായിരുന്നു. ആ ഹരി എന്ന് പറയുന്ന ചെക്കനെ സ്വന്തം അപ്പന്റെ പെങ്ങടെ മോളാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, സ്വന്തം അപ്പന്റെ പെങ്ങടെ മോളല്ലേ. സ്വന്തം അപ്പന്റെ പെങ്ങടെ മോളെ കയറി അവന് പിടിക്കാൻ വേണ്ടി നോക്കിയേക്കുന്നു. നിങ്ങളിന്ന് കണ്ടു കാണുമല്ലോ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാന്നേ. മിക്ക കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ ഉള്ളതാ. ഞാൻ എത്ര കഥകൾ കേട്ടിരിക്കുന്നു. അതായത് സ്വന്തം ആങ്ങളമാരല്ല, ഇങ്ങനെ റിലേറ്റീവ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ വരികയും ഈ അതായത് ചെറിയ പിള്ളേർ, ഈ കൗമാരപ്രായ പിള്ളേർ 10 ഇപ്പം 10 വയസ്സൊന്നും വേണ്ട, ആ ഒരു ഏജിലുള്ള പിള്ളേരെ ഇവന്മാർ ഇങ്ങനെ മിസ്യൂസ് ചെയ്യും. ഈ പിള്ളേർ പേടിച്ചിട്ട് പറയത്തുമില്ല. ഇപ്പോഴും ഒക്കെ കാണുമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ കുറെ പിള്ളേർ കഥ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അതിശയിച്ചു പോകുമായിരുന്നു. ഇപ്പൊ പിന്നെ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഇപ്പൊ അതുപോലത്തെ കഥയല്ലേ, അച്ഛന്മാര് വരെ ആ മക്കളെ ഇപ്പം. അതുകൊണ്ട് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ പറയാം. എന്നാലും നമുക്ക് കഥയിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ രോഹുവിനെ പാട്ടിലാക്കി രോഹുവിനെ കൊണ്ട് നമ്മുടെ അലീനയെ മോശമായ രീതിയിൽ സംസാരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രോഹിത്തിന് അതിന് കഴിയുന്നില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ബാലേന്ദ്രന്റെ മോനല്ലേ. ബാലേന്ദ്രന്റെ മോനാവുമ്പം ആ ഒരു ചേഷ്ടി കുറച്ചെങ്കിലും കിട്ടി കാണുമല്ലോ. ആ ഒരു നല്ലത് എന്നതൊക്കെയാണെങ്കിലും ആ ഒരു രക്തത്തിന്റെ കുറച്ച് കിട്ടി കാണുമല്ലോ. ബാലേന്ദ്രൻ പക്ക ഡീസന്റ് ആണ്. അങ്ങനെ ഏതായാലും രോഹിത്തിന് കൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല. പക്ഷെ വീണ്ടും നമ്മുടെ ഹരി നമ്മുടെ അലീനയുടെ പുറകെ തന്നെ നടന്ന് ശല്യം ചെയ്ത് അലീനയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റൂമിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയോട് പിന്നെയും എന്താ പറയാ, പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയൊക്കെ ചെയ്യാണ്. അലീന പറയുന്നുണ്ട്, നീ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ ഇത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം. അപ്പോഴത്തേക്കാണ് ഹരി പറയുന്നത്, ഇതെനിക്കല്ല പ്രശ്നം, നിനക്കാണ് പ്രശ്നം. നീ ഓർത്തോ, എല്ലാവരും ഞാൻ അറിയിക്കും. ഞാൻ നുണയാണെങ്കിൽ പോലും പറയും. നീ എന്നെയാണ് നോട്ട വിട്ടതെന്ന് ഞാൻ പറയുന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അലീന പറഞ്ഞു, വേണ്ട, എന്നോട് കളിക്കണ്ട. നിനക്ക് പറയാനുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി എനിക്കും പറയാനും കാണും. ഏതായാലും ഇവിടത്തെ വൈജാമേടവേ അവിടുത്തെ നിന്റെ അമ്മയെ പോലെയൊന്നും അല്ല. വൈജാമേടത്തിന് സത്യം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകും. അത് വൈജാമേടം കേൾക്കുകയും ചെയ്യും. എനിക്ക് ഇത്രയും നാളും കൊണ്ട് വൈജാമേടത്തിനെയും അതുപോലെ ഇവിടുത്തെ ബാലേന്ദ്രൻ സാറിനെയൊക്കെ എനിക്ക് മനസ്സിലായതാണല്ലോ. അതുകൊണ്ടേ ഈ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇനി എൻ്റെ അടുത്ത് ഈ വിഷയമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരിക്കും, തിളച്ച വെള്ളമായിരിക്കും കോരി ഞാൻ മുഖത്തൊഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വൈജ അവിടെ വരുന്നത്. ഏതായാലും വൈജ ഈ ഒരു സീൻ കാണുന്നുണ്ട് കേട്ടോ. വൈജ ചോദിക്കുന്നുമുണ്ട്, എന്താടി അവൻ നിന്നോട് സംസാരിച്ചത്, എന്താടി അവൻ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അലീനേനെ ഭീഷണിപ്പെടുത്താണ്. അലീന തക്കതായിട്ടൊരു ആൻസർ കൊടുത്തിട്ട് ഒരൊറ്റ വാതിലടെ അടയ്ക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ അറിയാം കേട്ടോ. അപ്പം നാളെ കറക്റ്റ് ഒരു 9 മണി 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ വിശേഷവുമായിട്ട് വരാം കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ഒന്നിൻ്റെ ഫുൾ വിശേഷവും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഒന്നും നാളത്തെ പ്രമോ വിശേഷവും ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മൾ ഇന്ന് മുതലല്ല, വൈകിട്ട് മുതൽ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. നാളെ രാവിലെയും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നിനിയിപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ വൈകിട്ടൊന്ന് പോസ്റ്റ് ചെയ്താലോ എന്ന് ചിന്തിക്കുകയാണ്. നോക്കട്ടെ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നേ. അതാ ഞാൻ ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും കഥ നമ്മുടെ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ നാളത്തെ കഥ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാട്ടോ. ഒന്നാമത് ടയേർഡും കൂടെയാണ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ. നോക്കട്ടെ ഞാൻ, കാരണം ഒത്തിരി പേര് ഈ ഉച്ചയ്ക്ക് ഇടുന്ന വീഡിയോസ് കാണുന്നതായിരുന്നു. അവരൊക്കെ എന്താ ചിന്നു ഇടാത്തേന്നൊക്കെ ചോദിക്കുമല്ലോ. ഏതായാലും നോക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ പോവാം. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം, ഒരു ഹൈപ്പും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.